അപ്പോൾ അത്രയും ഇതായപ്പോഴത്തേക്കും ഇന്ന് ഭയങ്കര കൂടുതലായിരുന്നു. അത് കാരണം കാറ് വന്നിട്ട് വണ്ടി പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തെറിച്ച് വീഴണേണ് വെള്ളം. നമുക്ക് കട പൂട്ടി പോകാൻ പോലും തലവേദന എടുക്കും നമുക്ക് ഈ മണം കേൾക്കുമ്പോൾ തന്നെ. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. ഈ പുറത്തേക്ക് വന്ന സാധനം ഇവിടെ നിറച്ച് ഹോസ്റ്റലുകളാണ്. കുട്ടികളും മുതിർന്ന ആളുകളും എല്ലാം ഈ സാധനം ചവിട്ടി തന്നെയാണ് ഇതിലേ പോകണം. ആർക്കും ഒന്നും അറിയില്ല. ഇത് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മറ്റേ എടുത്തുകൊണ്ട് പോവുകയാണ് മറ്റേ ചെയ്യുന്നത്. പക്ഷേ പിറ്റേ ദിവസം തന്നെ അത് പിന്നെയും വരും. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാനുള്ള ഈ കടയുണ്ട്. ഇവിടെ ഒക്കെ 3 കടകളുണ്ട്. ഇവിടെ ഇരിക്കാനേ പറ്റാനുള്ളതാണ്. നമസ്കാരം. ഫ്ളാറ്റിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. എറണാകുളം കടവന്ത്രയിലുള്ള മുട്ടത്തിൽ ലൈനിന് സമീപം പ്രവർത്തിക്കുന്ന DH ഡിസയർ മുട്ടത്തിൽ എന്ന ഈ ഒരു ഫ്ളാറ്റിൽ നിന്നാണ് വ്യാപകമായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം പൊട്ടി ഒഴുകുന്നത്. ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഓവർഫ്ലോ ആയാണ് ഈ മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് റോഡിൽ കൂടി ഒഴുകി ഇതുവഴി നടന്നു പോകുന്ന ആളുകളുടെ കാലിലൊക്കെ പറ്റുകയും കൂടാതെ തൊട്ടടുത്ത കടകളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് തെറിച്ച് വീഴുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു പരാതിയാണിപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ സമീപത്തെ നാട്ടുകാർ തന്നെയാണ് ഈ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ചേട്ടാ, എന്താണ് സംഭവം? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് 3-4 മാസമായി ഇത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇതേവരെ കോർപ്പറേഷൻ്റെ ഇരുന്നു. അവരൊക്കെ വന്ന് മറ്റേ എല്ലാം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മറ്റേ എടുത്തുകൊണ്ട് പോവുകയാണ് മറ്റേ ചെയ്യുന്നത്. പക്ഷേ പിറ്റേ ദിവസം തന്നെ അത് പിന്നെയും വരും. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാനുള്ള ഈ കടയുണ്ട്. ഇവിടെ ഒക്കെ 3 കടകളുണ്ട്. ഇവിടെ ഇരിക്കാനേ പറ്റാനുള്ള ഞങ്ങൾക്ക്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രൂക്ഷമായ ഗന്ധമാണോ ഇവിടെ ഉള്ളത്? അതെ, രൂക്ഷമായ. ഞങ്ങൾക്ക് അകത്ത് പോലും ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ് ഉള്ളത്. നമുക്ക് കട പൂട്ടി പോകാൻ പോലും തലവേദന എടുക്കും നമുക്ക് ഈ മണം കേൾക്കുമ്പോൾ തന്നെ. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇവർ ഇപ്പം ഈ സംഭവം തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസത്തോളം ഇവിടെ ഞങ്ങൾ ഈ അയൽവാസികളായിട്ടുള്ള ഈ ചേട്ടനും പിന്നെ ഈ കടയിൽ ഞങ്ങൾ ഈ കട നടത്തുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഇത് സഹിക്കണ, ഞങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ മിക്ക ദിവസങ്ങളിലും ഒരു ദിവസവും അവർ ഈ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് ടാങ്കറിന് വന്ന് ഇത് കോരിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഈ ഫ്ലാറ്റിലുള്ള ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റൊക്കെ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നിറഞ്ഞ് നേരെ പുറത്തേക്ക് തന്നെ. ഈ പുറത്തേക്ക് വന്ന സാധനം ഇവിടെ നിറച്ച് ഹോസ്റ്റലുകളാണ്. കുട്ടികളും മുതിർന്ന ആളുകളും എല്ലാം ഈ സാധനം ചവിട്ടി തന്നെയാണ് ഇതിലേ പോകണം. ആർക്കും ഒന്നും അറിയില്ല ഇത്. അപ്പോൾ ഈ സംഭവം ഇന്നിപ്പോൾ ഒഴുകി അവിടെ നിന്ന് ഒഴുകി ഇവിടെ വരെ വന്ന് ഈ ആ കാണയിൽ കൂടിയാണ് ഈ സംഭവം ഒഴുകിപ്പോയത്. അപ്പോൾ അത്രയും ഇതായപ്പോഴത്തേക്കും ഇന്ന് ഭയങ്കര കൂടുതലായിരുന്നു. അത് കാരണം കാറ് വന്നിട്ട് വണ്ടി പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തെറിച്ച് വീഴണേണ് വെള്ളം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഞങ്ങളിവിടെ സഹിക്കേണ്ടി. മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ മണമില്ല ഈ മഴ പെയ്തുകൊണ്ട്. ഇത് സംഭവം നടക്കുന്ന സമയത്ത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള മണമായിരുന്നു. നമുക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഓണറോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക? ഓണറോട് സംസാരിക്കുമ്പോഴത്തേക്കും ഓണർ മിക്കപ്പോഴും ഫോൺ എടുക്കില്ല. ഈ ഫ്ലാറ്റിലെ ആളുകൾ വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കില്ല അവർ. ഞങ്ങൾ അവരോട് പറയുമ്പോഴത്തേക്കും അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. അങ്ങനത്തെ അവസ്ഥയാണ് പുള്ളി കാണിക്കണത്. ഈ സമീപവാസികളും അതുപോലെ ഇവിടെയുള്ള ഈ കട ഉടമകളുമൊക്കെ ഈ ദുർഗന്ധം സഹിക്കാനാവാതെ ഇവിടെ കഴിയുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും മറുനാടൻ ഈ ഫ്ലാറ്റ് ഓണറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുമതി, റോഡ് വെട്ടിപ്പൊളിച്ചെങ്കിൽ മാത്രമേ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വാൽവ് സീവേജ് ലൈനിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് ഒരു താമസമുണ്ട്. അദ്ദേഹം കാശടച്ചതാണ്, പണം അടച്ചതാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അനുമതി കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കുര്യൻ നമ്മളോട് സംസാരിച്ച ഫോൺ സംഭാഷണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത് പരിഹരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മളിത് വേസ്റ്റ് എടുത്ത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ടാങ്കറിൽ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഞാൻ ഇതിന്റെ കണക്ഷന് വേണ്ടിയിട്ട് റോഡ് കട്ടിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 2 മാസം അവർ വെച്ചോണ്ടിരുന്നു. പെർമിറ്റ് റോഡ് കട്ട് ചെയ്യണമല്ലോ. റോഡ് കട്ട് ചെയ്താൽ സീവേജിന്റെ ലൈൻ ഉണ്ട് അവിടെ, വാട്ടർ അതോറിറ്റിയുടെ. അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് റോഡ് കട്ട് ചെയ്യണം. റോഡ് കട്ട് ചെയ്യാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ സാധനം കൊടുത്തിട്ട് 2 മാസം അവരവിടെ വെച്ചോണ്ടിരുന്നിട്ട് എനിക്ക് ഇത് തന്നത് മെയ്
26-ാം തീയതിയാണ് അവർ പെർമിറ്റ് തന്നത്. ഏതാണ്ട് 1,20,000 രൂപ ഞാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ അവരെനിക്ക് തന്നത് 3 ദിവസമാണ് തന്നത്. കാരണം ജൂൺ തുടങ്ങി കഴിഞ്ഞാൽ റോഡ് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് മുന്നേ പണി തീർക്കണം. 2 മാസം ഒരു ഫയൽ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് 26-ാം തീയതി തന്ന് 3 ദിവസം തന്നത് ഞാൻ വാട്ടർ അതോറിറ്റിയിൽ കൊടുത്ത് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി എങ്ങാണ്ടാണ് എനിക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സാങ്ഷൻ ആയത്. ചെയ്യാനായിട്ട് അവിടെ വന്ന് കണക്ട് ചെയ്തപ്പം അവിടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്തൊരു ഓണറുണ്ട്, തൊട്ടടുത്തൊരു വീട്ടുകാരനുണ്ട്. കടയ്ക്കാനായിട്ട് വന്നപ്പം അയാളുടെ സീവേജ് കണക്ട് ചെയ്യുന്ന ഒരു മാൻഹോൾ ഉണ്ട് അവിടെ. അതിലേക്ക് കണക്ട് ചെയ്യാനാണ് നമുക്ക് കോർപ്പറേഷനിൽ നിന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സാങ്ഷൻ തന്നത്. അയാള് ഞാൻ കണക്ട് ചെയ്യാൻ പോയപ്പോൾ അയാൾ സമ്മതിച്ചില്ല. ഇത് അയാളുടെ പേഴ്സണൽ മാൻഹോൾ ചേംബർ ആണെന്നാണ് പറഞ്ഞിട്ടാണ് അയാൾ ഉടക്കി. ഈ റോട്ടിലുള്ള സാധനം ആരുടെയും പേഴ്സണൽ അല്ലല്ലോ, കുടുംബത്വത്താണ് പുള്ളിയുടെ വീടിന്റെ അകത്തല്ലേ ഇരിക്കണ്ടേ. അതിന്റെ അകത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് ആ നാട്ടുകാരൻ തന്നെ സമ്മതിച്ചില്ല. അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ള ചേംബറിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുക്കണമെങ്കിൽ അതിന് കൊച്ചിൻ കോർപ്പറേഷന് വീണ്ടും അനുമതി എടുക്കണം. കാരണം റോഡ് കട്ടിങ് കൂടുതൽ വരും. അതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പൊ കൃത്യം 1 മാസമായി കൊച്ചിൻ കോർപ്പറേഷനിൽ. കൊച്ചിൻ കോർപ്പറേഷനില് ഈ ജൂലൈ കഴിയാതെ അവര് മൺസൂൺ കഴിയാതെ റോഡ് കട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ തരില്ല എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു കോർപ്പറേഷനിൽ എന്തൊരു റൂളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെർമിഷൻ കിട്ടുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും എന്നവർ ഇത് ഓവർഫ്ലോ ചെയ്യേണ്ട അപ്പൊ തന്നെ നമ്മള് സീവേജ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ വിളിച്ചു പറഞ്ഞ് അവർ ടാങ്കറിൽ വന്ന് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ലോഡ് പോകുമ്പോൾ എനിക്ക് 5,000 രൂപയാണ് നഷ്ടം. ഇത് ഞാൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തു. ആ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ കേട്ട മനുഷ്യൻകാരനാണ് ഞാൻ ഇപ്പോഴും ഈ ഇത് സഫർ ചെയ്യുന്നത്. പറഞ്ഞെങ്കിൽ ഇത് പെട്ടെന്ന് നടക്കും അല്ലേ? അത് അന്നേ നടന്നു പോയാനെ. ജൂൺ ആദ്യം ഫസ്റ്റ് വീക്ക് 1, 2-ാം തീയതി 3-ാം തീയതി നടന്നു പോയാനെ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലെ പഴയ ഒരു പ്രസിഡന്റ് ഒരു ലേഡി ഉണ്ട്, ശ്യാമള മാഡം. മാഡത്തിന് കൃത്യമായ കാര്യങ്ങൾ അറിയാം. ഇത് നമ്മുടേതായ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരിൽ ഒരുത്തം തന്നെയാണ് അത് ഭാരം വെച്ചത്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി എന്ന് പറഞ്ഞ ആളാണ് അത് ഭാരം വെച്ചത്. അല്ലെങ്കിൽ ആ ചേംബറിലേക്ക് കണക്ട് അയാളുടെ സ്വന്തം കാശ് കൊടുത്തുണ്ടാക്കി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചേംബർ റോട്ടിലിരിക്കുന്നത് അയാളുടെ വീടിന്റെ അകത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ വീടിന്റെ അകത്തേക്കല്ലല്ലോ കണക്ട് ചെയ്ത്. എനിക്ക് പിന്നെ ഇവരുമായിട്ടൊന്നും ഗുസ്തി പിടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പെർമിഷൻ എടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ കോർപ്പറേഷന് കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസമായി. അവളുടെ അനാസ്ഥയാണ് അല്ലേ വൈകി താമസിപ്പിക്കുന്നത്. ഇത് പണ്ടേ ആയി പോയനെ. 2 മാസം ഫയൽ അവിടെ ഇരുന്നിട്ടാണ് എനിക്ക് ജൂൺ മെയ് ലാസ്റ്റ് എൻഡിൽ എനിക്ക് പെർമിഷൻ തന്നത്. ഏതാണ്ട് 1,60,000 രൂപ ഞാൻ അടച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടക്കേണ്ടി വരും ആ റോഡ് അത്രയും കൂടുതൽ കട്ട് ചെയ്യുന്നതിന്. എന്റെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ ഒന്നുമില്ല. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. ആ ശ്യാമള മാഡത്തിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. അവരാ നാട്ടുകാരിയാണല്ലോ. ശരിയാണ്. എന്തായാലും അധികൃതർ എത്രയും വേഗം തന്നെ ഈ കാര്യത്തിൽ ഇടപെടണം. ഇതിനു വേണ്ട നടപടികൾ പൂർത്തിയാക്കി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.